നമസ്കാരം. ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം 1201 മലയാള പുതുവർഷ ഫലമാണ്. 1201 ആണ്ട് മലയാള പുതുവർഷ ഫലം. അത് മൂലം നക്ഷത്രത്തെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. ഈ മൂലം നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം, മലയാള പുതുവർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവർക്ക് വേഴം 7-ലാണ് വരുന്നത്, ശനി 4-ൽ വരുന്നുണ്ട്, രാഹു 3-ൽ വരുന്നുണ്ട്, കേതു 9-ൽ വരുന്നുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് വേഴം 7-ൽ വരുന്നത് ഏറ്റവും ഗുണകരമാണ്. 7 എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ സ്ഥാനമാണ് 7. അതേപോലെ സ്ത്രീ സ്ഥാനമാണ് 7. അപ്പൊ 7-ൽ വേഴം വന്നാൽ അതുപോലെ യാത്രാ സംബന്ധമായ കാര്യങ്ങളും 7-നെ കൊണ്ട് ചിന്തിക്കാവുന്നതാണ്. അപ്പൊ വേഴം 7-ൽ വരുന്നത് ദാമ്പത്യപരമായ സുഖം കിട്ടാനും ഭാര്യ ഭർത്തൃ ബന്ധം സുഖകരമാകാനും അതേപോലെ തന്നെ ഭാര്യ സുഖം കിട്ടാനും ദാമ്പത്യ സുഖം കിട്ടാനും ഒക്കെ വേഴം 7-ൽ വരുന്നത് ഏറ്റവും ഗുണകരമാണ്. അതുപോലെ തന്നെ 7 എന്ന് പറഞ്ഞ യാത്രയ്ക്ക് വരുന്ന ഒരു ഭാവമാണ്. അപ്പൊ 7-ൽ വേഴം നിൽക്കുന്നത് യാത്രാ സംബന്ധമായ ഗുണങ്ങൾ ഉണ്ടാകും. യാത്രക്ക് പോകാൻ, വിനോദയാത്ര പോകാനോ അല്ലെങ്കിൽ യാത്ര സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ വേഴം 7-ൽ വരുന്നത് നല്ലതാണ്. ഇവർക്ക് ഈ വർഷം വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ വിദേശ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഉല്ലാസയാത്ര പോകാനോ എല്ലാം ഇവർക്ക് കഴിഞ്ഞെന്ന് വരും. മറ്റൊന്ന്, ശനി 4-ലാണ് നിൽക്കുന്നത്. ശനി 4-ൽ നിൽക്കുന്നത് ദോഷമാണ്. കാരണം 4 കണ്ടകസ്ഥാനമാണ്. 4, 7, 10 കണ്ടകസ്ഥാനമാണ്. അപ്പൊ കണ്ടകസ്ഥാനത്ത് ശനി നിൽക്കുന്നത് കണ്ടകശനി എന്ന് പറയും. അപ്പൊ കണ്ടകശനി അത്ര ഗുണകരമല്ല. പല ദോഷങ്ങളും കണ്ടകശനി കൊണ്ട് മൂലം നക്ഷത്രക്കാർക്കുണ്ടാവും. വാക്ക് തർക്കങ്ങൾ ഉണ്ടാവും, തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാവും, തൊഴിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, താമസിക്കുന്ന സ്ഥലത്തു നിന്ന് മാറി താമസിക്കാനായിട്ട് സാഹചര്യം വരും. കാര്യങ്ങൾ എന്ത് ചെയ്താലും അവിടെ തടസ്സങ്ങൾ ആണ് കൂടുതൽ വരാൻ സാധ്യത. ഇങ്ങനെയുള്ള ആൾക്കാർ അതിനുള്ള വഴിപാട് നടത്തി ശനീശ്വരനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോയാൽ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതാണ്. മറ്റൊന്ന്, രാഹു 3-ലാണ് നിൽക്കുന്നത്. അത് ഗുണമാണ്. 3, 6, 11 പാപഗ്രഹങ്ങൾ നിന്നാൽ, രാഹു പാപഗ്രഹമാണ്. അപ്പൊ 3, 6, 11 പാപഗ്രഹം നിന്നാൽ അത് വളരെ ഗുണകരമാണ്. അപ്പൊ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? സഹോദരഭാവമാണ്. സഹോദരഭാവത്ത് വേഴം നിൽക്കുകയാണ്. അപ്പൊ സഹോദരഭാവത്ത് വേഴം എന്ന് പറഞ്ഞാൽ വേഴം സർവേശ്വര കാരകത്വമുള്ളതാണ്, ദൈവാധീനമുള്ളതാണ്. അപ്പോൾ സഹോദരഭാവത്ത് വേഴം നിന്നാൽ ദൈവാധീനം ഉണ്ടാവും, സഹോദരന്മാരിൽ നിന്ന് നേട്ടമുണ്ടാവും. സഹോദരന്മാർ വഴിയോ സഹോദരിമാർ വഴിയോ ഇവർക്ക് ധന നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ബന്ധുഗുണങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളിൽ നിന്നും ഇവർക്ക് നല്ല ആനുകൂല്യങ്ങൾ കിട്ടാൻ ഇടവരും. കുടുംബങ്ങൾ തമ്മിൽ തന്നെ നല്ല ഒരു ബന്ധം അവിടെ ഉണ്ടാകാനായിട്ടും രാഹു 3-ൽ വരുന്ന കാലം വളരെ നല്ലതാണ്. അതുകൂടാതെ കേതു 9-ലാണ് വരുന്നത്. 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. അപ്പൊ ഭാഗ്യസ്ഥാനത്ത് കേതു എന്ന് പറഞ്ഞാൽ പാപഗ്രഹമാണ്. അത് 9-ൽ വരുന്നത്, ഭാഗ്യസ്ഥാനത്ത് വരുന്നത് ദോഷമാണ്. ഭാഗ്യാനുഭവങ്ങൾ കുറയും. നമുക്കെന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം തടസ്സപ്പെടും. അത് 9 പിതാവിൻ്റെ സ്ഥാനവും കൂടിയാണ്. അപ്പൊ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് നമുക്കെന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം തടയപ്പെടും. പിന്നെ പിതൃക്കളായിട്ട് നമുക്ക് കിട്ടേണ്ട വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ, അതായത് സ്വത്തുക്കളോ അതേപോലെ ഭാഗം വെപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതൊക്കെ കിട്ടാനുള്ളവരാണെങ്കിൽ അവരെ സംബന്ധിച്ചും വളരെയധികം ദോഷാനുഭവങ്ങൾ കേതു 9-ൽ നിൽക്കുമ്പോൾ ഉണ്ടാവും. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണവും ദോഷവും സമ്മിശ്രമായിട്ടാണ് ഈ മൂലം നക്ഷത്രക്കാർക്ക് ഈ 1201 മലയാള പുതുവർഷ ഫലം വരുന്നത്. അവർ പരിഹാരമായിട്ട്, അവരെ ദോഷപരിഹാരമായിട്ട് അവർ ചെയ്യേണ്ടത് ശാസ്താവിനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകണം. ശാസ്താവിനെ എള്ളുതിരി കത്തിച്ച്
മുന്നോട്ട് പോകണം. ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താപ്രീതി നേടണം. ഗണപതിക്ക് വഴിപാട് നടത്തി മുന്നോട്ട് പോകണം. ഗണപതിക്ക് കർഗമാല ചാർത്ത, ഗണപതിക്ക് നാളികേരം മുടച്ച് പ്രാർത്ഥിക്കുക, ഗണപതിക്ക് ത്രിമധുരം നിവേദിക്കുക. അങ്ങനെ ഗണപതിക്ക് പ്രധാനപ്പെട്ട എന്ത് വഴിപാട് നടത്തിയാലും, അല്ലെങ്കിൽ ഗണപതി പ്രീതി നേടുന്ന എന്ത് വഴിപാട് നടത്തിയാലും ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ തരുന്നതാണ്. അപ്പം മൊത്തം നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായാണ് കാര്യങ്ങൾ വരുന്നതെങ്കിലും പരിഹാരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മൂലം നക്ഷത്രക്കാർക്ക് ഗുണകരമാവുന്നതാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.